ഇനി നമ്മൾ ഇന്ന് സന്ദർശിക്കുന്നത് വടക്കുകിഴക്കൻ, അതായത് നോർത്ത് ഈസ്റ്റ് ഹംപിയുടെ ഭാഗമായ പൗരാണികമായിട്ടുള്ള സ്ഥലങ്ങളാണ്. അതായത് മിത്തോളജിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങളാണ് ഇന്ന് സന്ദർശിക്കുന്നത്. ഇതിലാദ്യമായി നാം കാണാൻ പോകുന്നത് അഞ്ജനാദ്രി പർവ്വതം, അഞ്ജനാദ്രി ഹിൽസ് എന്ന് പറഞ്ഞ സ്ഥലമാണ്. ഈ വടക്കുകിഴക്കൻ ഹംപി, അതായത് നോർത്ത് ഹംപി, അനേഗുണ്ടി എന്ന ഗ്രാമത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ സ്ഥലം പുരാണത്തിൽ കിഷ്കിന്ധയാണെന്ന് അനുമാനിക്കുന്നു. ഇപ്പോൾ നമ്മൾ 570 പടവുകൾ താണ്ടി അഞ്ജനാദ്രി ഹിൽസിലേക്ക്, മലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ അഞ്ജനാദ്രി മല അല്ലെങ്കിൽ പർവ്വതം ഹനുമാന്റെ ജന്മസ്ഥലമാണെന്ന് വിശ്വസിക്കുന്നു. ഈ സ്ഥലം സൂര്യ ഉദയത്തിനും സൂര്യ അസ്തമയത്തിനും വളരെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന സ്ഥലമാണ്. ഒരുപാട് സന്ദർശകർ ആ വേളകളിൽ ഇവിടെ എത്താറുണ്ട്. ആ വിദൂര കാഴ്ചകളും മറ്റും നമുക്ക് കാണാം. ഏതാണ്ട് ഒരു അരമണിക്കൂറോളം സമയം കൊണ്ട് വളരെ മെല്ലെ നടക്കുകയാണെങ്കിൽ മുകളിലേക്ക് എത്താം. സാമാന്യ വേഗത്തിൽ നടന്നാൽ 10 മിനിറ്റിൽ താഴെ സമയം മാത്രമേ മുകളിലെത്താൻ ആവശ്യമുള്ളൂ. നല്ല പടവുകളുണ്ട്. മലയിലെ കാഴ്ചകൾ ഹംപി, സൗത്ത് ഹംപി, അതായത് തെക്കേ ഹംപിയും നമുക്ക് തരും. തുംഗഭദ്രയുടെ വിദൂര കാഴ്ചകൾ, ഹംപിയുടെ വിദൂര കാഴ്ചകൾ മലയിൽ നിന്നാണ് നമ്മൾ കാണുന്നത്. ഇവിടെ വിട്ടല്ല ക്ഷേത്രത്തിൻ്റെ കാഴ്ചകൾ, അതേപോലെ തന്നെ വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഗോപുരം എല്ലാം ഈ മലയിൽ നിന്ന് ദൃശ്യമാണ്. തുംഗഭദ്ര നദീതടം, അനേഗുണ്ടി ഗ്രാമം. ഇതിലേക്ക് കയറുമ്പോൾ പാറയുടെ ഇടവിലൂടെ, പാറക്കെട്ടുകളുടെ ഇടയിലൂടെ ഉള്ള സ്റ്റെപ്പുകളാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പടവുകളാണുള്ളത്. അത് നമുക്ക് തരുന്നത് നല്ലൊരു അനുഭവമാണ്. പൊതുവെ വീതി കുറഞ്ഞ ഒരു സ്ഥലമാണ് ഈ പടവുകൾ കയറാനുള്ള സ്ഥലം. റോപ്പ് വേ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നുമില്ല. ഇവിടെയാണ് ഹനുമാൻ ജനിച്ചത് എന്ന് ഒരു കൂട്ടം ജനങ്ങൾ വിശ്വസിക്കുന്നു. കാരണം ഉത്തരാഖണ്ഡ് UP ഭാഗത്തായി വേറൊരു ഹനുമാന്റെ ജന്മസ്ഥലമെന്ന് വിശ്വസിക്കുന്ന മലയും നിലവിലുണ്ട്. തുംഗഭദ്രയുടെ കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുംഗഭദ്ര ശരിക്കും മിത്തോളജിക്കൽ പാർട്ട്, അതായത് പൗരാണികമായ ഹംപിക്ക് അനേക വർഷത്തെ BC-കളിലെയും വളരെ പഴക്കമുള്ള ഒരു മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഹംപി എന്നുള്ളത് AD 1500 അതിനും വളരെ വളരെ മുമ്പ് തന്നെ ജനവാസ കേന്ദ്രമായിരുന്നു എന്ന് വിശ്വസിക്കാം. കിഷ്കിന്ധ നമുക്കെല്ലാം അറിയുന്ന പോലെ ബാലി സുഗ്രീവാദികളുടെ സ്ഥലമായിരുന്നു. അവരാണ് കിഷ്കിന്ധ ഭരിച്ചിരുന്നത്. രാമായണവുമായി വളരെ ഇഴുകിച്ചേർന്നു കിടക്കുന്ന കഥകളാണ് ഈ സ്ഥലത്തിന് പറയാനുള്ളത്. അപ്പോൾ അഞ്ജനാദ്രിയിലേക്ക് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അഞ്ജനാദ്രിയിൽ നിന്ന് ഇപ്പോൾ നമ്മൾ കാണുന്നത് വിട്ടല്ല ക്ഷേത്രമാണ്. അഞ്ജനാദ്രി ഹനുമാൻ ക്ഷേത്രം. അഞ്ജനാദ്രി ഹനുമാൻ ക്ഷേത്രത്തിൽ അഞ്ജനാദേവിയുടെ പ്രതിഷ്ഠയും അതേപോലെ ഹനുമാന്റെ പ്രതിഷ്ഠയുമുണ്ട്. അഞ്ജനാദേവിയുടെ മകനായിട്ടാണ് ഹനുമാൻ എന്ന് വിശ്വസിക്കുന്നു. ശിവൻ്റെ ഒരു അവതാരവും ശിവാംശമുള്ള ആളുമായിട്ടാണ് ഹനുമാനെ
കണക്കാക്കുന്നത്, ആരാധിച്ചു വരുന്നത്. തുംഗഭദ്രയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന വിട്ടല്ല ക്ഷേത്രത്തിൻ്റെ ദൃശ്യങ്ങളാണ്. അത് ഞാൻ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. നല്ല കാറ്റുണ്ട്, വിശാലമായ ഭൂപ്രദേശമാണ്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഉദയവും അസ്തമയവും, മലയിൽ നിന്ന് ഉദിച്ചുയരുന്ന സൂര്യനെയും മലയിലേക്ക് അസ്തമിച്ചിറങ്ങുന്ന സൂര്യനെയും കാണാൻ ഇവിടെ ഒരുപാട് ജനങ്ങൾ വരാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കയറിയിട്ടുള്ളത് ഏകദേശം 10-11 മണിയോട് കൂടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ സൂര്യൻ ഉദിച്ച ശേഷമുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് അഞ്ജനാദ്രി ക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ അകത്തെ ദൃശ്യങ്ങൾ നമ്മൾ പകർത്തിയിട്ടില്ല. അത് ഫോട്ടോ എടുക്കുന്നത് നിരോധിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊരു നിർദ്ദേശം അവിടെ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു. ഈ മലനിരകൾ കണ്ടാൽ തന്നെ വലിയ വലിയ പാറക്കെട്ടുകൾ അടുക്കി വെച്ച പോലെയുള്ള മലനിരകളാണ്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ നിർമ്മിതികളെല്ലാം പാറക്കല്ലുകളാൽ സമൃദ്ധവുമാണ്. ഇപ്പോൾ കാണുന്ന ഗോപുരം വിരൂപാക്ഷ ക്ഷേത്രത്തിൻ്റെ ഗോപുരമാണ്. ശരിക്കും വിരൂപാക്ഷ ക്ഷേത്രത്തിൽ നിന്ന്, വിരൂപാക്ഷ ഹംപി ബസാറിൽ നിന്ന് ഈ പ്രദേശത്തേക്ക് 6 കിലോമീറ്ററിൽ താഴെ ദൂരമേ ഉള്ളൂ. അത് പുഴ ഒരു തോണിയോ മറ്റോ വഴി ക്രോസ് ചെയ്ത് കടന്ന് നടന്നു വരികയാണെങ്കിലുള്ള ദൂരമാണ്. അതേസമയം നമ്മൾ വാഹനത്തിലൂടെ വരികയാണെങ്കിൽ ഈ തുംഗഭദ്രയ്ക്ക് കുറുകെയുള്ള പാലം കുറച്ച് ദൂരത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് ഏകദേശം 22 മുതൽ 24 കിലോമീറ്റർ യാത്ര ചെയ്ത് വേണം വരാൻ. ഇത് നമ്മുടെ വിരൂപാക്ഷ ക്ഷേത്രത്തിൽ നിന്ന് ഒരു 3 കിലോമീറ്ററോളം നടന്നു കഴിഞ്ഞാൽ എത്തുന്ന വിട്ടല്ല ക്ഷേത്രമാണ്. നേരത്തെ കാണിച്ച രഥം ഒക്കെ ഉണ്ടായിരുന്ന ക്ഷേത്രം. ഇതെല്ലാം അടുത്ത് കിടക്കുന്ന പ്രദേശങ്ങളാണ്. നടന്നു കാണുകയാണെങ്കിൽ 2-3 ദിവസം എടുത്ത് സുഖമായി നടന്നു കാണാം. വാഹനങ്ങളിൽ വരുമ്പോൾ ദൂരം കൂടുതലാണ്. മലനിരകൾ, തുംഗഭദ്ര. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ശബരിയുടെ വാസസ്ഥലത്താണ്. ശബരി രാമായണ കഥയുമായിട്ട് ബന്ധപ്പെട്ട കഥാപാത്രമാണ്. നമ്മൾക്കെല്ലാവർക്കും അറിയാം. മഹർഷി മാതംഗൻ്റെ ഉപദേശപ്രകാരം ശ്രീരാമനെയും കാത്ത് ശബരി തപസ് ചെയ്ത സ്ഥലമായിട്ടാണ് ഇതെന്ന് കണക്കാക്കപ്പെടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ അഞ്ജനാദ്രിയിൽ നിന്ന് 1-2 കിലോമീറ്റർ സഞ്ചരിച്ചാൽ ശബരി സരോവരത്തിലേക്കെത്തും, പമ്പാ സരോവരത്തിലേക്കെത്തും. പമ്പാ സരോവരം പഞ്ചസരോവരങ്ങളിൽ, ഹിന്ദു പുരാണങ്ങൾ പ്രകാരം പറയുന്ന പഞ്ചസരോവരങ്ങളിൽ ഒന്നാണ്. അതുകൊണ്ട് തന്നെ അതിന് പൗരാണികമായ പ്രാധാന്യമുണ്ട്. ഇത് പമ്പാ സരോവരം പഴയ പമ്പാ സരോവരമാണ്. അതിന് തൊട്ട് ചേർന്നാണ് പുതിയ പമ്പാ സരോവരം നിർമ്മിച്ചിരിക്കുന്നത്. പടവുകളെല്ലാം കെട്ടി വൃത്തിയാക്കിയിരിക്കുന്നത്. ഈ 2 സരോവരത്തിലും മുതലകളുണ്ട്. അതുകൊണ്ട് തന്നെ അവിടേക്ക് ഇറങ്ങുമ്പോൾ വളരെ ശ്രദ്ധിക്കണമെന്ന് ബോർഡുകളെല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു സുഗ്രീവ ഗുഹയുണ്ട്, സുഗ്രീവൻ്റെ ഗുഹയുണ്ട്. അതേപോലെ നമ്മുടെ ശബരിയുടെ ഗുഹയുമുണ്ട്. പിന്നെ ഒരു ലക്ഷ്മി ക്ഷേത്രം, അങ്ങനെ ഉള്ള ചെറിയ ചെറിയ ക്ഷേത്രങ്ങളെല്ലാം ഉണ്ട്. ഈ ക്ഷേത്ര സമുച്ചയങ്ങളെല്ലാം എനിക്ക് തോന്നുന്നത് 1500 AD സൃഷ്ടിക്കപ്പെട്ടവയാണ്. പക്ഷേ ഗുഹയും മറ്റും BC ഉണ്ടായിരുന്നതാണ്. ഇതാണ് ശബരി ഗുഹ. ഇവിടെയാണ് ശ്രീരാമൻ ശബരിക്ക് ദർശനം നൽകിയത്. ശരിക്കും ശബരി എന്ന് പറയുന്നത് ഒരു ആദിവാസി രീതിയിലുള്ള ആദിമ മനുഷ്യ സ്ത്രീയായിരുന്നു. മാതംഗ മഹർഷിയുടെ നിർദ്ദേശാനുസരണം അവർ ശ്രീരാമനെ ധ്യാനിച്ച് മോക്ഷപ്രാപ്തി നേടിയെന്നാണ് പറയുന്നത്. ഹിന്ദു പുരാണത്തിലെ അറിയപ്പെടുന്നൊരു കഥാപാത്രമാണ്. അവരുടെ അറിവിനേക്കാളുപരി നിശ്ചലഞ്ചമായ ഭക്തിയായിരുന്നു അവരുടെ കൈമുതലായിട്ടുണ്ടായിരുന്നത് ശബരിക്ക്. ഇത് സുഗ്രീവ ഗുഹ എന്ന് പറഞ്ഞതിലേക്ക് കുറച്ച് സ്റ്റെപ്പൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഇവിടെ പ്രത്യേകിച്ച് ഗുഹകളൊന്നും കാണാനില്ല. എല്ലാം കുറേ പാറക്കെട്ടുകൾ അവിടെയും ഇവിടെയും കിടക്കുന്നത് കൊണ്ട് ഒരു ഗുഹ മുഖം രൂപപ്പെടുന്നുണ്ട് എല്ലാ സ്ഥലത്തും. ഇവിടെ
വേറിട്ട് നിൽക്കുന്ന വലിയ പാറക്കഷ്ണങ്ങളാണ്. ഒരുപക്ഷെ വല്ല ഉരുൾപൊട്ടലോ അങ്ങനെ വല്ലതൊക്കെ പ്രകൃതിപരമായ എന്തെങ്കിലും പ്രതിഭാസത്തിൻ്റെ ഭാഗമായി, ഒരു സ്ഫോടനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ പാറക്കല്ലുകളാകാം. ഈ സ്റ്റെപ്പുകളെല്ലാം കയറി അവിടെ സുഗ്രീവ ഗുഹയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ യാത്ര. പക്ഷേ ഇവിടെ പ്രത്യേകിച്ചൊന്നും കാണാനില്ല. കുറേ ഗുഹാമുഖങ്ങളുണ്ട്, പാറകൾ കോർത്തിണക്കി ഉണ്ടാവുന്ന ഗുഹാമുഖങ്ങൾ മാത്രം. ഇപ്പോൾ ആദ്യം നമ്മൾ കണ്ടത് അഞ്ജനാദ്രി, അതിൻ്റെ താഴെയായി ശബരി. ഈ ശബരി ശ്രീരാമ കൂടിക്കാഴ്ച ഇവിടെ വെച്ച് പമ്പാ സരോവരത്തിൽ വെച്ച് നടന്നു എന്ന് വിശ്വസിക്കുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ് കിഷ്കിന്ധ. ഇതെല്ലാം കിഷ്കിന്ധ. ഈ നേരത്തെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, അനേഗുണ്ടി ഗ്രാമമാണ് ഈ ഗ്രാമത്തിൻ്റെ പേര്. ഇത് വടക്ക് കിഴക്കൻ ഹംപിയുടെ വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവിടെ ഒരു ചെറിയ ഗുഹാമുഖമുണ്ട്. ഇവിടെയുള്ള എല്ലാ ഈ കുളങ്ങൾക്കും പറയുന്നത് പുഷ്കരണി എന്നാണ്. ഇനി നമ്മൾ പോകുന്നത് ബാലി ഗുഹയിലേക്കാണ്. ഈ ബാലിയും അതേപോലെ സുഗ്രീവനും കാലഘട്ടത്തെ ബാലി ഒരു അസുരനെ പിന്തുടർന്ന് യുദ്ധം ചെയ്തു എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലമാണ് ഈ ബാലി ഗുഹ. ഇവിടെ കോട്ടകളെല്ലാം ഉണ്ട്. ഈ കോട്ടകളൊന്നും ആ കാലത്തല്ല, പിന്നീട് നിർമ്മിച്ചതാണ്. ഇത് രാമായണവുമായിട്ട് ഈ കോട്ടകൾക്ക് ബന്ധമില്ല. ഇങ്ങോട്ടുള്ള യാത്ര ഇതെല്ലാം അടുത്തു കിടക്കുന്ന പ്രദേശങ്ങളാണ്. ഈ യാത്ര ഒരു പ്രത്യേക അനുഭൂതി നൽകുന്നതാണ്. നേരത്തെ കണ്ട ഹംപിയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമായ കാഴ്ചകളാണ് ഇവിടെയുള്ളത്. ഇതിലൂടെ കുറച്ച് രണ്ട് സൈഡും ചെറിയ കുറ്റിമരങ്ങളൊക്കെയുള്ള ആ ഇടവഴിയിലൂടെ ഇങ്ങനെ നടന്ന് ചെറുതായിട്ടൊരു കയറ്റം കയറിയാണ് നമ്മൾ ബാലി ഗുഹയിലേക്ക് എത്തുന്നത്. ഈ ബാലി ഗുഹയിൽ വെച്ചാണ് രാക്ഷസനും അതേപോലെ ബാലിയും യുദ്ധം ചെയ്യുന്നത്. അസുരനും ബാലിയും യുദ്ധം ചെയ്യുന്നത്. പുറത്തേക്ക് രക്തമൊഴുകുന്നത് കണ്ട് സുഗ്രീവൻ ഗുഹയുടെ മുഖം അടച്ചുപോയി എന്നും അതിൽ ബാലി അകപ്പെട്ടു എന്നും പിന്നീട് ഇത് അവർ തമ്മിലുള്ള ഒരു സംഘർഷത്തിന് വഴിവെച്ചു എന്നുമാണ് പുരാണങ്ങൾ പറയുന്നത്. അപ്പോൾ അവിടെയുള്ള ഒരു ജലാശയമാണ്, അങ്ങോട്ട് പോകുന്ന വഴിയിലുള്ളൊരു ജലാശയമാണ്. ഇവിടുത്തെ ജലാശയങ്ങൾക്കെല്ലാം, പഴയ ജലാശയങ്ങളിലെല്ലാം നമുക്ക് അടിവരെ ഇറങ്ങാൻ പാകത്തിന് പടവുകളുണ്ട്. ഇവിടെ ചെറിയൊരു ഉദ്യാനം പോലെയൊക്കെ ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊരു നവഗ്രഹ പ്രതിഷ്ഠയാണ്. ബാലി ഗുഹയുടെ മുന്നിലുള്ള നവഗ്രഹ പ്രതിഷ്ഠ. ഇവിടെ വന്യമൃഗങ്ങളുണ്ട് എന്നെല്ലാം ബോർഡുകളെല്ലാം ഉണ്ട്. ഞങ്ങൾ മൃഗങ്ങളെയൊന്നും കണ്ടില്ല. നവഗ്രഹ പ്രതിഷ്ഠയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാം ചെറിയ ചെറിയ ആശ്രമങ്ങളും ഇതിനോട് ചേർന്നുണ്ട്. കുറേ ഭാഗങ്ങൾ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലും കുറച്ച് ഭാഗങ്ങൾ ഈ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ടുള്ള ക്ഷേത്രങ്ങളുമായിട്ടാണ് ഇവിടെ നിലകൊള്ളുന്നത്. ഇവിടെ നമ്മൾ ബാലി ഗുഹയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇതാണ് ബാലി ഗുഹയുടെ മുഖം. അതിൻ്റെ എൻട്രൻസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 20 മീറ്ററോളം നീളമുള്ള ഒരു ഗുഹയാണ് ബാലി ഗുഹ. ഇത് അതിപുരാതനമാണ്. ആ കാലഘട്ടത്തിൽ BC കാലഘട്ടങ്ങളിൽ ഉപയോഗിക്കപ്പെട്ടിരുന്ന സ്ഥലമായിട്ട് കരുതുന്നു. ഗുഹാമുഖത്തിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്, പ്രവേശിക്കുകയാണ്. ഇതാണ് ആ ഗുഹാമുഖം. ഈ ഗുഹയിലേക്ക് പ്രവേശിച്ചാൽ കഷ്ടി 20 മീറ്റർ കഴിഞ്ഞാൽ അതിന് പുറത്തേക്കൊരു വഴിയുണ്ട്. ഈ 2 വഴികളും അടച്ചാണ് സുഗ്രീവൻ അവിടെ നിന്ന് പോയത് എന്നാണ് വിശ്വസിക്കുന്നത്. ഗുഹയുടെ കാഴ്ചകളാണ്, ഗുഹയുടെ അന്തർഭാഗത്തുള്ള കാഴ്ചകളാണ്, ഉള്ളിലെ കാഴ്ചകളാണ്. വെളിച്ചം കുറവാണ്. അപ്പോൾ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. കഷ്ടി 20 മീറ്ററേ ഉള്ളൂ, വലിയ നീളമൊന്നുമില്ല. സുഖമായിട്ട് നടന്നു പോകാൻ പാകത്തിന് വലിയ ഗുഹയാണ്.
അങ്ങനെ ബാലി ഗുഹ സന്ദർശിച്ചു. ബാലി ഗുഹയേക്കാളും ബാലി ഗുഹയിലേക്കുള്ള വഴികളാണ് ഏറ്റവും മനോഹരമായിട്ടുള്ളത്. ഇതിനോട് ചേർന്ന് തന്നെ 12 ജ്യോതിർലിംഗങ്ങളാണുള്ളത്. അവയെ അനുസ്മരിപ്പിക്കുന്ന തരത്തിൽ ഒരു 12 ശിവലിംഗങ്ങൾ ചേർത്ത് ഒരു ക്ഷേത്രം പോലെ, ഒരു ആരാധനാ കേന്ദ്രം പോലെയുള്ളൊരു സമുച്ചയമുണ്ട്. ഏതൊരു ആശ്രമം നിർമ്മിച്ചതാണ്. അതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അങ്ങനെ ബാലി ഗുഹാദർശനത്തിന് ശേഷം നമ്മൾ ഒരു ശ്രീനിവാസ ക്ഷേത്രമാണ്, തിരുപ്പതി ശ്രീനിവാസ ക്ഷേത്രം, അത് കണ്ടു. അതിനുശേഷം ഇത് ഒരു ചെറിയ വേറൊരു മെമ്മോറിയൽ മോണ്യുമെൻറ്റ്സ് പോലെയുള്ള വേറൊരു കെട്ടിടമാണ്. ഇത് കാര്യമായിട്ട് കാണാനൊന്നുമില്ല, ഒരു പഴയ ബിൽഡിങ്ങാണ്, പഴയ രാജകൊട്ടാരത്തിൽ. ഇത് പുരാതനമായ വളരെ പഴയ സംരക്ഷിക്കപ്പെട്ട ഒരു ഗൃഹമാണ്, ഒരു ഗ്രാമഗൃഹമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇതിന് 400 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടെന്ന് പറയുന്നു. അതിൻ്റെ ആൾതാമസമുള്ളത് കൊണ്ട് തന്നെ അകത്തേക്ക് പ്രവേശനമില്ല. അത് ഇപ്പോഴും യുനെസ്കോ, അതായത് പൈതൃക സ്വത്തായി സംരക്ഷിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുത്തെ രാജകുടുംബാംഗങ്ങൾ, ഇപ്പോഴുള്ള രാജകുടുംബാംഗങ്ങൾ താമസിക്കുന്ന വാസസ്ഥലമാണ്. അതിൻ്റെ അകത്തേക്കും പ്രവേശനമില്ല. അതും അവിടെയുള്ളൊരു രാജകൊട്ടാര സദൃശ്യമായ ഒരു പഴയ നിർമ്മിതിയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ അകത്തേക്കും പ്രവേശനമില്ല. ഇതെല്ലാം 300-400 വർഷങ്ങൾ പഴക്കമുള്ളതാണ്. ഇത് നമുക്ക് ആ കാലഘട്ടത്തിലെ കെട്ടിട നിർമ്മാണ രീതിയെയും നമുക്ക് ഏകദേശം ഒരു ധാരണ, ചെറിയ തോതിൽ റിനോവേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പക്ഷെ അത് പഴയ നിർമ്മിതിയാണെന്നാണ് പറഞ്ഞത്. ഇത് എന്തായാലും പഴയ നിർമ്മിതിയാണ്. ഇനി ഇതിനെക്കുറിച്ചുള്ള ചെറിയ ലേഖനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ചിന്താമണിയിലാണ്. ഈ ചിന്താമണിയിലാണ് രാമസുഗ്രീവ സന്ധി സംഭവിച്ചത് എന്ന് പറയുന്നു. രാമനും സുഗ്രീവനും ചിന്താമണിയിൽ വെച്ച് സന്ധി ചേർന്നു എന്നാണ് വിശ്വസിക്കുന്നത്. അതിനുശേഷം സുഗ്രീവൻ ബാലിയെ യുദ്ധത്തിന് വിളിക്കുകയും ഇവിടെ ഒരു ഗുഹയിൽ മറഞ്ഞിരുന്നുകൊണ്ട്, ഒരു പാറയുടെ ഇടയിൽ മറഞ്ഞിരുന്നുകൊണ്ട് ബാലിയെ അമ്പെയ്തു കൊന്നു എന്നുമാണ് രാമായണത്തിൽ പറയപ്പെട്ടിരിക്കുന്നത്. ഇത് ചിന്താമണി സ്ഥിതി ചെയ്യുന്നത്, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ഭാഗവും കിഷ്കിന്ധയുടെ ഭാഗമാണ്, രാമായണ കഥയിലെ കിഷ്കിന്ധയുടെ ഭാഗമാണ്. ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് തുംഗഭദ്രയുടെ തീരത്താണ്. ഹംപിയും സ്ഥിതി ചെയ്യുന്ന തുംഗഭദ്രയുടെ തീരത്താണ്. പക്ഷേ ഹംപി വന്ന് തെക്ക് ഭാഗത്താണെങ്കിൽ ഇത് വടക്ക് കിഴക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രാമർ ഗുഹയുണ്ട്, ഇവിടെ കോട്ടകളെല്ലാം കെട്ടിയിട്ടുണ്ട്. ഈ കോട്ടകളെല്ലാം കെട്ടിയത് 1500-1400 കാലഘട്ടത്തിലാണ്. ഗുഹകളെല്ലാം BC-യോ അതിനു മുന്നെയോ ഉള്ള സ്മാരകങ്ങളുമാണ്. ഇവിടെ ആരാധനയുള്ള ഒരു രാമക്ഷേത്രം എല്ലാമുണ്ട്. ഇവിടുത്തെ കാഴ്ചകളാണ് ഇപ്പോൾ പകർത്തുന്നത്. ഒരു ഗുഹ ഉണ്ടെന്ന് എഴുതിയിരുന്നു, അപ്പോൾ ഗുഹ തിരഞ്ഞ് യാത്ര ചെയ്യുകയാണ്. ഇതാണ് തുംഗഭദ്ര തീരമാണ്. ഇപ്പം ഒരു ഗുഹ കുറച്ച് ദൂരത്താണെന്ന്, കുറച്ചും കൂടി നടക്കാനുണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആ ഗുഹ മുഖത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീരാമനും സുഗ്രീവനും സീതാന്വേഷണത്തിൻ്റെ ഭാഗമായി സന്ധി ചെയ്ത വേളയിൽ ഉള്ള സ്ഥലമാണ് കിഷ്കിന്ധ. ആ കിഷ്കിന്ധയിലെ ഈ ഗുഹാമുഖം, ഗുഹ, ആ ഗുഹയിലേക്ക് എത്തിയിരിക്കുകയാണ് ഏകദേശം.
ഇപ്പോൾ നമ്മൾ ഗുഹയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇവിടെയാണ് ശ്രീരാമ, സുഗ്രീവ, ലക്ഷ്മണ, ഹനുമാൻ എല്ലാവരും സംഗമിച്ച് സന്ധി ചെയ്തത് എന്ന് വിശ്വസിക്കുന്നു. ഇത് ഹംപിയിലെ ചിന്താമണി എന്ന സ്ഥലത്താണ്. ഇതെല്ലാം ഞാൻ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നു. അനേഗുണ്ടി ഗ്രാമത്തിലാണ്. ഒരു കാര്യം ഇവിടെ ഓർക്കേണ്ടത്, ഹംപിയുടെ ചരിത്രം എന്ന് പറയുന്നത് ഹംപിയുടെ പ്രാധാന്യം രണ്ടായി തിരിക്കാം. ഒന്ന് പൗരാണികമായ പ്രാധാന്യം. ഈ എപ്പിസോഡിൽ നമ്മൾ പൂർണ്ണമായും പറയുന്നത് പൗരാണികമായിട്ടുള്ള കാര്യങ്ങളാണ്. രണ്ടാമത്തേത് ആർക്കിയോളജിക്കലും ചരിത്രപരവുമായ പ്രാധാന്യം. 1500കളിൽ ലോകത്തിലെ രണ്ടാമത്തെ ഏറ്റവും ജനസംഖ്യ കൂടിയ നഗരമായിരുന്നു ഹംപി. അവിടുത്തെ ജീവിത രീതികളും മറ്റു കാര്യങ്ങളും ലോക നിലവാരമുള്ളതായിരുന്നു. ഏറ്റവും സമ്പന്നവും സമ്പുഷ്ടവുമായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. അതിൻ്റെ സ്മാരകങ്ങളാണ് വിരൂപാക്ഷ ക്ഷേത്രം, അതേപോലെ വിട്ടല്ല ക്ഷേത്രം, രാമക്ഷേത്രം എന്ന് തുടങ്ങിയ കുറേ മോണ്യുമെൻറ്റ്സ് എല്ലാം ഉള്ളത്. ബാക്കി ഭാഗം പൗരാണിക ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ചിന്താമണി. ഈ ചിന്താമണിയിലാണ് സുഗ്രീവ രാമ സന്ധി നടക്കുന്നത്. ഇവിടെ നിന്ന് നേരെ കാണുന്ന മലയുടെ മുകളിൽ വെച്ച് ബാലി സുഗ്രീവ യുദ്ധമുണ്ടാവുകയും ശ്രീരാമൻ ഒളിഞ്ഞു നിന്ന് ബാലിയെ അമ്പ് ചെയ്ത് വധിക്കുകയും ചെയ്തു എന്നാണ് വിശ്വസിക്കുന്നത്. അങ്ങനെ വധിക്കപ്പെട്ട ബാലിയെ ആ മലയിൽ തന്നെ സംസ്കരിച്ചു. അതേപോലെ ബാലി സമാധിയും ഇതിനോട് ചേർന്ന് ഇതിൻ്റെ അക്കരയിലുള്ള ഒരു മലയിൽ, കുറച്ച് കഴിഞ്ഞാൽ ഞാനത് വീഡിയോയിൽ ഫോക്കസ് ചെയ്ത് കാണിക്കാം, ഒരു ലൊക്കേഷനിലെത്തിയ ശേഷം ആയി ബന്ധപ്പെട്ട് കിടക്കുന്നു. തുംഗഭദ്ര. ഇവിടെ വിശ്വാസങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പോലും ഈ പ്രദേശം നമുക്ക് തരുന്ന ഒരു ഊർജം അത് വളരെ ബൃഹത്തരമാണ്. എന്താ കാരണം വെച്ചാൽ അത്രയും പഴയ ഒരു പൗരാണിക അവശേഷിപ്പാണ് ഈ ഹംപി. അതിൻ്റെ കഥയേക്കാളൊക്കെ ഉപരിയായി ചരിത്രവും സ്മാരകങ്ങളും വാസ്തുശില്പകലയും എല്ലാം ഒത്തിണക്കപ്പെട്ട ഇന്ത്യയിലെ അപൂർവം സ്ഥലങ്ങളിൽ ഒന്നാണ് ഹംപി. ആ കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ നിന്ന് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ക്ഷേത്രം കാണാം. അത് ബാലിയുടെ ക്ഷേത്രമാണ്. ബാലി ക്ഷേത്രമാണത്. ബാലിയുടെ സ്മാരകമാണ്. അവിടെ വെച്ചാണ് ബാലി കൊല്ലപ്പെട്ടത് എന്ന് പറയപ്പെടുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് അവിടെ ശവസംസ്കാരം നടത്തി എന്നും വിശ്വസിക്കപ്പെടുന്നു. എന്തായാലും ഈ അധ്യായത്തോടുകൂടി നമ്മുടെ ഹംപിയുടെ കാഴ്ചകൾ തീരുകയാണ്. ഇത് വന്ന് പുരാണത്തിലെ ഹംപിയെക്കുറിച്ചാണ് പറഞ്ഞത്. ഇത് വളരെ വളരെ പഴയതാണ്, പഴക്കം ചെന്നതാണ്.